ബീഹാറിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് പോളിംഗ് അവസാനിച്ച ഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും NDAക്ക് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പി ബസന്ത വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത, NDAക്ക് തന്നെ ഭരണം എന്നുള്ളതാണോ ആദ്യ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളൊക്കെയും സൂചിപ്പിക്കുന്നത്? NDAക്ക് തന്നെയാണ് ഭരണം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. പ്രത്യേകിച്ചും പീപ്പിൾസ് ഇൻസൈറ്റ്, അതുപോലെ തന്നെ മാട്രേസ്, IANS തുടങ്ങിയ സർവേകളൊക്കെ തന്നെ NDAക്ക് വലിയൊരു ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. 130 മുതൽ 167 വരെ ഒരു വലിയൊരു വോട്ട് ശതമാനമാണ്, അല്ലെങ്കിൽ സീറ്റുകളാണ് ഇപ്പോൾ NDAക്ക് വിവിധ എക്സിറ്റ് പോൾ സർവേകൾ ഇപ്പോൾ പ്രവചിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിറ്റ് പോൾ 135 മുതൽ 150 വരെ ചില പോളുകൾ കൊടുക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ്, പൾസ് പോലുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ദൈനിക് ഭാസ്കർ കൊടുക്കുന്ന 145 മുതൽ 160 വരെയുള്ള സീറ്റുകളാണ് അവർക്ക് പ്രവചിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ അവിടെ NDAക്ക് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടായി എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. പ്രത്യേകിച്ചും വനിതകൾക്കിടയിൽ, വനിതാ വോട്ടർമാർക്കിടയിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. പീപ്പിൾസ് പൾസ് പറയുന്ന 133 മുതൽ 159 വരെ, മഹാഗഠബന്ധന് 75 മുതൽ 150 വരെ, 101 വരെയുള്ള സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിതീഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് വേണം കാണാം. നിതീഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു പെർഫോമിംഗ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇതൊക്കെ ഈ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. പ്രത്യേകിച്ചും വനിതാ വോട്ടർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ, വനിതാ വോട്ടർമാർക്ക് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പ് നൽകിയ ഏകദേശം 10,000 രൂപ ഒരു വനിതയ്ക്ക്, ഒരു യുവതിക്ക് നൽകിക്കൊണ്ടുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം സർക്കാർ നൽകിയിരുന്നു. 75 ലക്ഷം കോടി രൂപയുടെ തന്നെ ഒരു വലിയ ചെലവായിരുന്നു അതിനുവേണ്ടി നീക്കിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മധ്യപ്രദേശിൽ ലഡ്കി ബഹന സ്കീം വന്നു, മഹാരാഷ്ട്രയിൽ സമാനമായ സ്കീം BJP നടപ്പാക്കി. അപ്പോൾ ആ ഒരു റേവഡി കൾച്ചർ എന്ന് പ്രധാനമന്ത്രി തന്നെ കളിയാക്കിയിരുന്ന, അല്ലെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്ന, പ്രഖ്യാപനം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ NDAക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മഹാഗഠബന്ധൻ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ RJD അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജംഗിൾ രാജ് ബീഹാറിൽ ആരംഭിക്കും, അല്ലെങ്കിൽ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഗുണ്ടായിസം ആണ് RJDയുടെ മുഖമുദ്ര എന്ന തരത്തിലുള്ള പ്രചരണത്തിന് പ്രധാനമന്ത്രി വലിയ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയിരുന്നത്. കാരണം കട്ടരാജ് എന്നായിരുന്നു പറഞ്ഞത്. കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ തോക്കാണ്. അപ്പോൾ ഈ തോട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം ബീഹാറിലെ ഗ്രാമങ്ങളിൽ വീണ്ടും RJD വരികയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം അവിടുത്തെ വോട്ടർമാർക്കിടയിൽ നൽകുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ മറ്റൊന്ന് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ, ബീഹാറിൽ മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് മുസ്ലിം യാദവ സഖ്യമാണ് പ്രധാനമായും അവരുടെ അടിസ്ഥാന വോട്ട് ബേസ് എന്ന് പറയുന്നത്. ആ ഒരു മതിലിൽ മഹാഗഠബന്ധൻ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് RJD എന്ന് പറയുന്നത്. അത് പൊളിച്ച് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നവരെ, അതിപിന്നാക്ക വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ, അല്ലെങ്കിൽ ഭൂമിഹാർ പോലുള്ള വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനുള്ള സാഹചര്യം മഹാഗഠബന്ധന് ലഭിക്കാത്ത ഒരു ഇലക്ഷനായിരുന്നു ഇത് എന്ന് വേണം കാണാൻ. അപ്പോൾ ഒരു ജാതി ആണ് ബീഹാറിലെ ഇലക്ഷൻ നിശ്ചയിക്കുന്നത്. ഉത്തർപ്രദേശ് പോലെ ജാതി സമവാക്യങ്ങൾ തീരുമാനിക്കുന്ന ഇലക്ഷനാണെങ്കിൽ ഈ ഫലം ശരിയാവാനാണ് സാധ്യത എന്നുള്ളതാണ്. അല്ലാതെ 10 കൊല്ലത്തെ അല്ലെങ്കിൽ 15 കൊല്ലത്തെ നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൽ വികസനമൊന്നും ഉണ്ടായിട്ടില്ല, തൊഴിലില്ലായ്മ പെരുകി എന്നുള്ള തേജസ്വി യാദവിൻ്റെ, രാഹുൽ ഗാന്ധിയുടെയും പരാതി, വോട്ട് ചോരി എന്ന് പറയുന്ന ആ പ്രചരണം, ഇതൊന്നും തന്നെ അവിടെ ഏറ്റില്ല എന്ന് വേണം കാണുന്നത്. വോട്ട് ചോരിക്ക് ഒരുപക്ഷെ വലിയ തോതിൽ കോൺഗ്രസ് മുൻതൂക്കം കൊടുത്തെങ്കിൽ RJDയും തേജസ്വി യാദവും വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു പ്രചരണം അവിടെ നടത്തില്ല. അവിടെ തൊഴിലില്ലായ്മയായിരുന്നു തേജസ്വി യാദവ് പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനം. അത്തരത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണമൊക്കെ നടന്നത്. അപ്പോൾ ഈ പോളിംഗ്, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്ര സീറ്റ് പോലും നേടാൻ മഹാഗഠബന്ധൻ സഖ്യത്തിന് സാധിക്കില്ല എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാകുന്നത്? ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. മഹാഗഠബന്ധൻ 70 മുതൽ 90 വരെ സീറ്റുകളിൽ മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് RJD മത്സരിച്ച സീറ്റുകൾ, കോൺഗ്രസ് മത്സരിച്ച 50-60ഓളം സീറ്റുകൾ, ഇവയെല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് ഈ സീറ്റുകൾ ലഭിക്കുന്നത് എന്ന് കൂടി അടുത്ത 14-ാം തീയതി ബാലറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മഹാഗഠബന്ധൻ സഖ്യത്തിലെ
RJD 70-ലധികം സീറ്റുകളിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് 75 സീറ്റിൽ മത്സരിച്ച് വെറും 19 സീറ്റിലാണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് സീറ്റുകൾ കൊണ്ടുവരുന്നില്ല, വോട്ടുകൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചിത്രം. ആ സമാനമായ ചിത്രം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ബീഹാറിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ടോ എന്ന് ഈ ചിത്രം നോക്കിയാൽ നമുക്കൊരു ചെറിയ സംശയം തോന്നാം. ഇത് ഒരുപക്ഷെ RJDയുടെ സീറ്റുകളുടെ എണ്ണമായിരിക്കാം 70 മുതൽ 90 വരെ. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അവിടെ താഴേക്ക് വലിക്കുന്നു സഖ്യത്തെ കൂടി എന്നുള്ളത് വേണം ഒരുപക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ചിലർ പറഞ്ഞ ഒരു വാചകമുണ്ട്: കോൺഗ്രസ് ഇസ് നോട്ട് ദെയർ ഇൻ ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെ ഒരു ചർച്ചകളിലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചടി മഹാഗഠബന്ധൻ സഖ്യത്തിന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. 101, 102 വരെ മഹാഗഠബന്ധൻ സഖ്യത്തിൻ്റെ മാക്സിമം സീറ്റുകൾ പോകുന്നുള്ളൂ. പരമാവധി സീറ്റുകളാണ് ആ 190, 101-ലും 102-ലും വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ജയിക്കണമായിരുന്നെങ്കിൽ ഒരുപക്ഷെ 120-ന് മുകളിലേക്ക് പോകണമായിരുന്നെങ്കിൽ കോൺഗ്രസും സമാനമായ തരത്തിൽ സീറ്റുകൾ കൊണ്ടുവരണമായിരുന്നു. CPI-MLന് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അവർ കഴിഞ്ഞവണ ജയിച്ചിരുന്ന സീറ്റുകൾ ഇത്തവണയും ജയിക്കുമെന്നുള്ളൊരു രീതിയാണുള്ളത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ ജാതി കണക്കുകൾ, കാസ്റ്റ് മാട്രിക്സ് നോക്കുകയാണെങ്കിൽ പലയിടത്തും ഈ പറഞ്ഞ മഹാഗഠബന്ധൻ സഖ്യത്തിന് തിരിച്ചടിയാകുന്ന ഒരുപാട് ഘടകങ്ങൾ വന്നു. തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മൊക്കമ്മയിൽ നടന്ന സംഭവം ഉണ്ടാകുന്നത്. മൊക്കമ്മയിൽ ആനന്ദ് സിംഗ് എന്ന് പറയുന്ന NDAയുടെ JDUവിൻ്റെ സ്ഥാനാർത്ഥി സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു യാദവ നേതാവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. ആ ഒരു സാഹചര്യം വരുന്നത് ആനന്ദ് സിംഗിൻ്റെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയുടെ അറസ്റ്റിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഭൂമിഹാർ വോട്ടുകളുടെ ഏകീകരണത്തിന് വഴിവെച്ചു. യാദവനെ കൊലപ്പെടുത്തിയ ഭൂമിഹാർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, അവിടുത്തെ ഒരു ബാഹുബലിയാണ്, ഒരു ഗുണ്ടാ നേതാവാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ആ നേതാവ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഒരുപക്ഷെ തോൽക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ചിലപ്പോൾ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മൊക്കമ്മയിൽ എന്നുള്ളതാണ്. അതായത് ഈ കാസ്റ്റ് മാട്രിക്സ് വന്നപ്പോൾ ഭൂമിഹാർ വോട്ടുകൾ ഏകീകരിക്കുന്നു, തങ്ങളുടെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്ക്. കൊല്ലപ്പെട്ടത് ഒരു യാദവനാണെങ്കിൽ പോലും. പക്ഷേ ആ ഒരു ജാതി സമവാക്യങ്ങളുടെ ഒരു മാറ്റം മറിച്ചിലുകളിൽ മഹാഗഠബന്ധൻ സഖ്യത്തിന് അടിപതറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. 167 സീറ്റ് വരെ NDA സഖ്യം പോകുന്നു എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ഒരു തരത്തിലും ഏശാതെ പോയിട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരുന്നു ബീഹാറിലേത്. തേജസ്വി യാദവ് നയിക്കുന്ന സഖ്യം, ആ സഖ്യത്തിന് വിജയസാധ്യത മുൻകൽപ്പിച്ചപ്പോൾ അതിനെയൊക്കെ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫലസൂചനകളൊക്കെ മാറ്റിത്തള്ളിക്കൊണ്ടായിരുന്നു NDA അവിടെ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശാന്ത് കിഷോറിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രശാന്ത് കിഷോറിന് പരമാവധി 2 വോട്ട്, 2 സീറ്റ്, 5 സീറ്റൊക്കെയാണ് നൽകുന്നത്. അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ജനസുരാജ് പാർട്ടി എന്ന് പറയുന്ന JSPക്ക് 5 സീറ്റുകൾ വരെ മാത്രമേ ഇവിടെ പല സഖ്യങ്ങളും നൽകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബീഹാറിൽ പ്രശാന്ത് കിഷോറിന് വലിയ തോതിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ, ചെറുപ്പക്കാരുടെ ഇടയിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആൾക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്, അത് ചിലപ്പോൾ പണത്തിൻ്റെ പേരിൽ വന്നതാവാം. പ്രശാന്ത് കിഷോറിൻ്റെ പിറകിൽ ആരായിരുന്നു എന്നുള്ളൊരു വലിയ സംശയം, വലിയ ചർച്ചകൾ അവിടെ നടന്നിരുന്നതാണ്. BJP ആണോ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള കാടിളക്കിയുള്ള പ്രചരണം നടന്നിട്ടുണ്ട്, ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. അതാണ് അതിൽ കാണേണ്ടത്. പിന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ കക്ഷിയായി മാറിയത് തേജസ്വി യാദവിൻ്റെ RJD ആണ്. പക്ഷേ അവിടെ കോൺഗ്രസ് 19 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം വന്നു. അതായത് കോൺഗ്രസ് ഒരുപാട് സീറ്റുകൾ മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒപ്പം ഓടുന്ന കക്ഷിയുടെ പ്രകടനം വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ആ സഖ്യം തന്നെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞവണ കണ്ടത്. സമാനമായ സാഹചര്യമാണോ ഇത്തവണയും എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഈ കാണുന്ന കണക്കുകൾ 102 വരെ പല ഇതിലും പോകുന്നുള്ളൂ. ബീഹാറിൽ മഹാഗഠബന്ധൻ സഖ്യം എന്ന് പറയുന്ന 102 സീറ്റുകൾ വരെ മാത്രമേ നീങ്ങുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിൻ്റെ പ്രകടനം അവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് 14-ാം തീയതി ഈ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തേജസ്വി യാദവിൻ്റെ അല്ലെങ്കിൽ RJDയുടെ പിന്തുണ വളരെ ശക്തമാണ്. മുസ്ലിം യാദവ ബെൽറ്റുകളിലുള്ള ആ വോട്ടുകളിൽ ഒരു കണിക പോലും മാറില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ പലയിടത്തു നിന്നും വന്നിരുന്നത്. ഇന്ന് വോട്ടെടുപ്പ് നടന്ന സീമാഞ്ചൽ മേഖലയിൽ
കഴിഞ്ഞ തവണ പിന്നെ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM മത്സരിച്ച് മുസ്ലിം വോട്ടുകൾ ചിതറിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. 5 സീറ്റുകൾ ഒവൈസി ജയിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഈ RJDക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടലുകൾ. മാത്രമല്ല ഒവൈസിയുടെ പാർട്ടിക്ക് വലിയ തോതിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നുള്ള ചില വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ആ കണക്ക് പോലും തെറ്റിക്കുന്നതാണ് ഇപ്പോൾ ഈ MG മഹാഗഠബന്ധൻ സഖ്യത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം വരുന്നത്. അതായത് ഇത്രയും സീറ്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതുപോലെ മിഥിലാഞ്ചൽ പോലുള്ള മേഖലകളിൽ എങ്ങനെയാണ് മഹാഗഠബന്ധൻ സഖ്യം പ്രകടനം നടത്തിയത് എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ 2 ഫാക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച ആ മുദ്രാവാക്യം തൊഴിലില്ലായ്മ എന്നുള്ളത്, എന്തുകൊണ്ട് ബീഹാറിലെ യുവാക്കൾ ബീഹാർ വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. 2, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വോട്ട് ചോരി എന്നുള്ളത്. വലിയൊരു പ്രചരണ ജാഥ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. അതിനും അപ്പുറത്തേക്ക് മാറി NDAയുടെ നിതീഷ് കുമാറിൻ്റെ ഒരുപക്ഷെ മോദിയുടെ പ്രഭാവം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? വനിതകളുടെ വോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകൾ. സ്ത്രീകളുടെ വോട്ടിലായിരുന്നു